കണ്ണൂരിലെ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ഇന്നലെ ജാമ്യം ലഭിച്ച പി ദിവ്യയുടെ ജാമ്യം റദ്ദാക്കണം എന്നാവശ്യപ്പെട്ട് ADM നവീൻ ബാബുവിൻ്റെ കുടുംബം ഹൈക്കോടതിയിലേക്ക് പോകുന്നു. SIT അന്വേഷണം കാര്യക്ഷമമല്ല, ഇത് ഹർജിയിൽ ചൂണ്ടിക്കാണിക്കും. അജീഷ് ജയകുമാർ പത്തനംതിട്ടയിൽ നിന്നും ടെലിഫോൺ വിളിച്ചിരുന്നു. അജീഷ്, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ഇന്നലെ വിധി വന്നപ്പോൾ തന്നെ കുടുംബം നിരാശയിലാണെന്ന് നമുക്ക് മനസ്സിലായി. നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ അത് പറയുകയും ചെയ്തു. ഈ വിധി അവർ പ്രതീക്ഷിച്ചതല്ല എന്ന് പറഞ്ഞു. അപ്പോൾ SIT നടത്തുന്ന അന്വേഷണം കാര്യക്ഷമമല്ലെന്ന് ഇപ്പോൾ അവർക്ക് അഭിപ്രായമുണ്ടോ? ഗുഡ് മോർണിംഗ്, പറയും. ഗുഡ് മോർണിംഗ് SK. എന്തായാലും ഈ കുടുംബത്തിന് ഈ വിധിയിൽ നിരാശയുണ്ടെന്ന് കഴിഞ്ഞ ദിവസം തന്നെ പ്രതികരിച്ചിരുന്നു. തുടക്കം മുതൽ തന്നെ കുടുംബം പറഞ്ഞുകൊണ്ടിരുന്നത് അവസാനം വരെ നവീൻ ബാബുവിന് നീതി കിട്ടുന്നത് വരെ നിയമ പോരാട്ടം തുടരുമെന്ന് തന്നെയായിരുന്നു. ഈ പി ദിവ്യയുടെ മുൻകൂർ ജാമ്യ ഹർജിയിലും തുടർന്നുള്ള അറസ്റ്റിന് ശേഷമുള്ള ജാമ്യ ഹർജിയിലും ഒക്കെ തന്നെ സമാന്തരമായി കുടുംബം നിയമ പോരാട്ടം നടത്തിയിരുന്നു. അവർ സർക്കാരിന് പുറമെ അവർ തന്നെ അഭിഭാഷകരെ വെച്ച് കേസ് വാദിച്ചിരുന്നു. ഇതിന് തുടർച്ചയായാണ് ഇന്ന് വീണ്ടും അതായത് ഹൈക്കോടതിയിലേക്ക് പോകാൻ കുടുംബം തീരുമാനിച്ചിരിക്കുന്നത്. അടുത്ത ഉടൻ തന്നെ അതായത് അടുത്ത പ്രവൃത്തി ദിവസം തന്നെ ഹൈക്കോടതിയിൽ ഇതിനെതിരെ ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹർജി കുടുംബം നൽകും. അതിനുള്ള തീരുമാനങ്ങളാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. എന്തായാലും ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണത്തോടും അവരിപ്പോൾ അത് കാര്യക്ഷമമല്ലെന്നൊരു ആക്ഷേപവും അവർ ഉന്നയിക്കുന്നുണ്ട്. കാരണം ഇത്രയും ദിവസം അന്വേഷിച്ചിട്ടും പുതുതായി ഒന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. മാത്രമല്ല ഈ പി ദിവ്യ കഴിഞ്ഞ ദിവസം ഈ ജയിലിന് പുറത്തിറങ്ങി നടത്തിയ ഒരു പ്രതികരണവും ഈ കുടുംബത്തെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. കാരണം മരണത്തിൽ വേദനിക്കുന്നുണ്ടെന്ന് ദിവ്യ പറയുമ്പോൾ പോലും താൻ നിരപരാധിത്വം തെളിയിക്കുമെന്നായിരുന്നു അവർ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം. മാത്രമല്ല CPM-ന്റെ നേതാക്കളടക്കം ദിവ്യയെ സ്വീകരിക്കാൻ കണ്ണൂർ ജയിലിൽ എത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രതിയായിട്ടുള്ള മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിട്ടുള്ള പി ദിവ്യ ഈ സാക്ഷികളെ അടക്കം സ്വാധീനിക്കാൻ തക്ക ശക്തിയുള്ള വലിയ നേതാവാണെന്ന് ഇവർ കരുതുന്നു. അതുകൊണ്ട് തന്നെ ഇവർ പുറത്തിറങ്ങി കഴിഞ്ഞാൽ കേസിനെ ബാധിക്കുമെന്നും ഈ കുടുംബം ഇപ്പോൾ ആരോപിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ സമാന്തരമായി തന്നെ ഹൈക്കോടതിയിൽ ജാമ്യം റദ്ദാക്കണം ആവശ്യപ്പെട്ടുകൊണ്ട് നീങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. തബൂക്ക് ചോദിക്കുന്നു, SK വയനാട്ടിലെ ആളുകൾക്ക് വീട് വെച്ചു കൊടുക്കാനുള്ള പദ്ധതി എന്തായി? ശരിക്കും നമ്മൾ പറയുന്ന പദ്ധതിയെല്ലാം നടപ്പിലാക്കും. സംസ്ഥാന സർക്കാരാണ് പ്രധാനമായിട്ടും അവിടെ ഒരു ടൗൺഷിപ്പൊക്കെ കൊണ്ടുവരാൻ ശ്രമിച്ചത്. ഗവൺമെൻറ്റിൻ്റെ തീരുമാനത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. കാര്യം സർക്കാരിന് മാത്രം ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങൾ നമുക്ക് ഇടപെടുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്.